എസ്കെൻ ഈ നുണപ്രചാരണവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അദ്ദേഹം നുണ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ നുണേശൻ എന്ന് പറഞ്ഞ പേരിൽ ഒരു സൈബർ പേജ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കുന്നു. അങ്ങനെ ആ പേജ് 3 തവണ, ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഇപ്പോഴും ആ പേജ് ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ച സതീശിന്റെ നുണകൾ എന്ന ഫാക്ട് ചെക്ക് പേജാണ് മെറ്റ പൂട്ടിച്ചത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ കേവലം ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ വലിയ തരത്തിൽ വൈറലായി. അത് പരമാവധി ആൾക്കാർ ഷെയർ ചെയ്യുന്നു. സാധാരണ മനുഷ്യരടക്കം രാഷ്ട്രീയത്തിനതീതമായി ഈ പേജിൽ അവരുടെ കമന്റുകൾ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ കൂടുതൽ പേർ ആ പേജ് ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പേജിന് നേരെ ചാറ്റ് ബോട്ട് സംഘത്തെ ഒന്നിച്ച് നിയോഗിക്കുകയും വലിയ തരത്തിൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ഈ പേജ് തുടങ്ങാനും അല്ലെങ്കിൽ ഒരാളെ വെറുതെ അങ്ങ് പറയില്ലല്ലോ, ഇയാൾ ദാ നുണ പറയുന്നു വെറുതെ അങ്ങ് പറയില്ലല്ലോ. അങ്ങനെ പറയാൻ ഇടയാക്കിയ ഒരുപാട് സംഭവങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ടാവും. ഏറ്റവും ഒടുവിലെ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ഇവനൊക്കെ മന്ത്രിയായിരിക്കാൻ എന്താണ് യോഗ്യത എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് ചോദിക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൽ നിന്ന് നേരെ ട്വിസ്റ്റ് ചെയ്ത് ഇവൻ എന്ന് ഞാൻ വിളിച്ചിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. പക്ഷേ ഇവൻ എന്ന് വിളിച്ചത് കൃത്യമായി മാധ്യമങ്ങളുടെ മുന്നിലുണ്ട്. അത് ഒന്നാമത്തെ സംഭവം. കുറച്ചുകൂടി കടന്നു പറഞ്ഞു, സത്യമാണ്. അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മുതലാളി മറന്നുപോയതാ. ഇവനെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? രണ്ടാമത് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഞാൻ വിളക്ക് കൊളുത്തിയിട്ടേ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിളക്ക് കൊളുത്തി കുമ്പിട്ട് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം നമുക്ക് മുന്നിലുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരു പരിപാടിയിൽ ഞാൻ ഗോൾവാൾക്കറുടെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ല. 2013 ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച പരിപാടിയിൽ സതീശൻ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ RSS പുറത്തുവിട്ടു. തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ RSSന്റെ സഹായം സതീശൻ തേടിയിട്ടുണ്ടെന്ന് സംഘപരിവാർ നേതാവ് RB ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. 2001-ലും 2006-ലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി RSS നേതാവിനെ പോയി കണ്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. ഇനി അതൊന്നുകൂടി ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. RSSന്റെ സർസംഘചാലകായിരുന്ന പരംപൂജനീയ ഗുരുജി ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പൊ അദ്ദേഹമാണ് പറയേണ്ടത് എന്തായിരുന്നു അന്നത്തെ വികാരം. RSSന്റെ സഹായം പറവൂര് മത്സരിച്ചപ്പോൾ അദ്ദേഹം തേടിയിട്ടുണ്ടോ? ഒപ്പം തന്നെ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നല്ലോ. കണ്ണൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വൈകാരിക പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് സുധാകരനെ വിളിച്ച് ഞാൻ സംസാരിച്ചു. സുധാകരൻ അങ്ങനെ ഒരു പോസ്റ്റേ ഇട്ടിട്ടില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത ദിവസം സുധാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അത് എന്റെ ഫേസ്ബുക്ക് പേജാണ്, ഞാൻ തന്നെ ഇട്ട പോസ്റ്റാണ് എന്നാണ് പറയുന്നത്. നിർണായകമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു. കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഉള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാന്നാണ് പറയുന്നത്. ഫേസ്ബുക്കിലെ കുറിപ്പ് താനാണ് എഴുതിയത്. കേസ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതേ കേസ് അറിയാതെയാണ് ഫേസ്ബുക്കിൽ എഴുതിയെന്നൊക്കെ പറഞ്ഞു. ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഭരണപക്ഷത്തു നിന്നും ഒരാൾക്കെതിരെ വെറുതെ ഇങ്ങനെ ആരോപണം ഉണ്ടാകുന്നതല്ല.